ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അതേ നൈറ്റി ഇതുപോലെ സ്ലീവൊക്കെ നോക്കിക്കോളൂ. ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് ഓർഡർ വന്ന് കണ്ണ് തള്ളിപ്പോകുന്നത്. കേട്ടോ, അതേ ഇങ്ങനൊരു മോഡല് നമ്മൾ നൈറ്റീസിൽ വേറെ ആരും തന്നെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ്. സ്ലീവിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇത് നമ്മളുടെ യൂട്യൂബിലുള്ളവർക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ബോക്സിൽ ഞാൻ ആ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടൊക്കെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതേ ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മളതിൽ ഒരു ഫ്രണ്ടിൽ ആ ഒരു യെല്ലോ കളറിൽ ഇത്. അപ്പോൾ ഇതിൽ ആക്ച്വലി യെല്ലോ ഉണ്ട്, ചെറുതായിട്ട് ഒരു മെറ്റീരിയൽ യെല്ലോ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ അത് ഫൈനൽ ലുക്കിൽ വന്നപ്പോഴാണ് എടുത്ത് നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ രണ്ട് തുണികൾ നമ്മൾ എടുത്തിട്ടുണ്ട് യെല്ലോ കളറിൽ. നീളവും വീതി ഞാൻ പറഞ്ഞുതരാം. മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, രണ്ട് തുണികളെടുത്ത് മടക്കി, രണ്ട് കോളറിനും കൂടി രണ്ട് തുണികളെടുത്ത് മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് 9.5, വിഡ്ത്ത് വന്നിട്ട് നമുക്ക് 8 8.5 അപ്പോൾ മടക്കി വെക്കുമ്പോൾ 17 ഇഞ്ച് വരും. 17 ഇഞ്ച് വീതിയും 9 ഇഞ്ച് നീളമുള്ള തുണി. അപ്പോൾ അത് 17 ഇഞ്ച് വീതിനെ മടക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. നൈറ്റിയുടെ ഫ്രണ്ട് പീസ് അതിൻ്റെ മേലെ നമ്മൾ ഈ രണ്ട് തുണിയും വെച്ചിട്ടുണ്ട്. കഴുത്തിൻ്റെ അകലം നമ്മൾ 2.5 മാർക്ക് ചെയ്യേണ്ടത്. കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ 5.5 മാർക്ക് ചെയ്ത ശേഷം ഒരു വീനക്ക് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇതേ ഇങ്ങനെ നമ്മളൊരു വീനക്ക് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു വീനെ ചെറുതായ ഒരു കെറിവ് കൊടുത്തിട്ട് ഇതേ ഇങ്ങനെ ആക്കിയെടുക്കാം. ശേഷം നമുക്കിത് ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. സ്ലീവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നെക്കിൻ്റെ വീഡിയോയും ഫൈനൽ വീഡിയോ ആണ് ഇതിൽ വരുന്നത്. ശേഷം ഈ മേളത്തെ രണ്ട് തുണികൾ മാത്രം എടുക്കുക. 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. കാരണം 2 ഇഞ്ച് 1/2 ഇഞ്ച് നെക്കിൻ്റെ ഒരു തയ്യൽ തുമ്പും പോകും. അപ്പോൾ 2.5 ഇഞ്ച് വെച്ച് ഫുള്ളായിട്ട് മാർക്ക് ചെയ്യുക. അടിയിലെത്തുമ്പോൾ 2.5 എന്നുള്ളത് 3 ഇഞ്ച് ആക്കി മാറ്റണം. കണ്ടോ, 3 ഇഞ്ചാക്കി വെച്ച ശേഷം നമ്മൾ സൈഡിലെല്ലാം 2.5 ഇഞ്ച്, അടിയിലെത്തുമ്പോൾ 3 ഇഞ്ച്. എന്നിട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തില്ലേ. ഇനി അടിയിലും നമുക്ക് തയ്യൽ തുമ്പ് വരുന്നുണ്ട് ഒരു 1/4 ഇഞ്ച്. ഓക്കെ, ഇത് കണ്ടോ, അതെ ഒരു 1/4 ഇഞ്ച് അടിയിലും കൂടി മാർക്ക് ചെയ്തെടുക്കുക. കാരണം അത് നമുക്ക് തുണി വെച്ച് തിരിച്ചിടാനാണ്. മനസ്സിലാവും നിങ്ങൾക്ക് തയ്ക്കുന്ന സമയത്ത്. എന്നിട്ട് ശേഷം ഈ ഒരു കോർണറിന് ഇങ്ങോട്ടേക്കൊരു വി ഷേപ്പ് പോലെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ശേഷം നമുക്കതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇത് കണ്ടോ, ഒന്നും കൂടി ഞാനൊന്ന് കൺഫേം ചെയ്യാനാണ് കറക്റ്റ് അല്ലേ എന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് ചെയ്തെടുക്കാം. കോൺട്രാസ്റ്റ് കളർ കൊടുക്കുമ്പോഴാണ് ശരിക്കും ഭംഗി വരിക അതിന്. അപ്പോൾ അതെ ഒന്നും കൂടി താഴെ ഒന്ന് ഇറക്കി കൊടുക്കേണ്ടത്. താഴെ ഒന്ന് ഇറക്കി കൊടുക്കുമ്പോഴേ ആ ഭംഗി കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ ഭംഗി കിട്ടില്ല. ശേഷം നമ്മളിത് അങ്ങനെ ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ശേഷം കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ആ ഒരു വി ഉണ്ടല്ലോ, നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത വിയും കൂടി നമ്മൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ശരിക്കും നമുക്ക് ഇതിൻ്റെ ഇത് കറക്റ്റായിട്ട് നമുക്കിത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇതിലിപ്പോൾ ഇതേ ഇങ്ങനെ ഒരു പീസ് നമുക്കിത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെയല്ല, ഇത് നമുക്ക് ആ ഒരു അതും കൂടി കട്ട് ചെയ്യണം കേട്ടോ. അതെ ഇങ്ങനെ വരും കേട്ടോ. ഇനി നമുക്കിങ്ങനെ 2 പീസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്നിൻ്റെ എല്ലാത്തിൻ്റെയും മേലെ ഓരോന്ന് വെക്കുക. അതിനുശേഷം എവിടെയാണ് തയ്ക്കുക എന്ന് പറഞ്ഞുതരാം. ഓക്കെ, ദേ ഇങ്ങനെ നമ്മൾ മേലേക്ക് മേലെ ഓരോരോ പീസിൻ്റെ മേലെ വെച്ച ശേഷം ആ യു നെക്ക് വരുന്ന അവിടെ നമ്മൾ ചെയ്യരുത്. അതായത് നമ്മൾ വി മാർക്ക് ചെയ്ത് ആ പോയിന്റിലും തയ്ക്കണം, ഇങ്ങനെയും തയ്ക്കണം. ഓക്കെ, 2 തുണികൾ വെച്ചിട്ട് ദേ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ക്കുക. ഓക്കെ, അതേപോലെ തന്നെ മറ്റേതിലും ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ക്കുക. ഇങ്ങനെ നെക്കിൻ്റെ ഭാഗത്ത് തയ്ക്കരുത്. അപ്പോൾ ഞാൻ തയ്ച്ച് കൊണ്ടുവന്നിട്ടേ കണ്ടല്ലോ, നമുക്കിങ്ങനെ തയ്ച്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു കോർണർ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കെർവിൻ്റെ ഭാഗം ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. രണ്ടിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ വേറെ കളർ ത്രെഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. രണ്ടിലും കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനെ നമുക്ക് ടേൺ ചെയ്തിട്ട ശേഷം തയ്ക്കരുത്, നമ്മളതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അയൺ ചെയ്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ അതേ ഞാൻ അയൺ ചെയ്ത് കൊടുത്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് വരും. അപ്പോൾ ഓപ്പണിങ്ങിൻ്റെ ഭാഗം വന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ ഭാഗത്താണ് വരിക. പക്ഷെ അത് എളുപ്പമാണ് കേട്ടോ. എനിക്ക് നോക്കിയപ്പോൾ നെക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി. ശേഷം നമ്മൾ ഫ്രണ്ട് നെക്കിന് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുക. ഇതെടുത്ത് വെക്കുക, ഇത് നേരെ എടുത്ത് വെക്കുക. അതുപോലെ തന്നെ ഒരു പീസും കൂടി വെച്ച ശേഷം ആദ്യം ജസ്റ്റ് ഒന്ന് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, ഇത് ജോയിൻ ചെയ്തെടുത്ത ശേഷം നമുക്കിതിൻ്റെ മേലെ ഒരു ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്യാൻ നേരത്ത് 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് നമ്മൾ കുറേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നെക്ക് സാധാരണ ചെയ്യുന്ന പോലെ തയ്ച്ച് മറിച്ചിടുകയാണ് ചെയ്യേണ്ടത്. എനിക്ക് വളരെ എളുപ്പം തോന്നിയ ഒരു നൈറ്റിക്കുള്ള നെക്ക് ഡിസൈൻ ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. നമുക്ക് ഇത്ര എളുപ്പമുള്ളൊരു നെക്ക് ഡിസൈൻ ഇല്ല, എന്നാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിന് ശരിക്കും നല്ലൊരു ഭംഗിയാണ്. ഇത് എലഗൻറ്റ് ലുക്കാണ്. ഇതൊരു ഫ്രോക്ക് നെറ്റിക്ക് മാത്രമേ ഈ ഒരു നെക്ക് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവാണ് ഏറ്റവും കോൺട്രാസ്റ്റ് കളർ നമുക്ക് വെറൈറ്റി ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സെൻറ്ററിൽ വന്ന ശേഷം മറ്റേ പീസ് കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇങ്ങനെ വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്കും അടിച്ചു കൊടുക്കാം.
ഓക്കെ. അതിനുശേഷം ഇതിൻ്റെ മേലെ നമ്മൾ ആ 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് വെച്ചിട്ട് തയ്ക്കുക. എന്നിട്ട് ഈ ക്രോസ് പീസിന് ഉള്ളിലോട്ട് മറിച്ചിട്ട ശേഷം പതിച്ചടിക്കുക. ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത്. കണ്ടോളൂ. ഇനി നമുക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം ഇതിനോട് ചേർത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ അടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് എക്സസൈസാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് യൂട്യൂബിലുള്ളവർക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ബോക്സിൽ കാണാനായിട്ട് സാധിക്കും. ഇത് ഇട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഭംഗി ശരിക്കും അറിയുക. നല്ല രസത്തിൽ നമുക്ക് നിൽക്കുന്നത് ഇട്ട് കഴിയുമ്പോൾ. ഞാൻ ഓൾറെഡി ഇട്ട് കാണിച്ചിട്ടുണ്ട്. ആ സ്ലീവാണ് ഏറ്റവും കൂടുതൽ ഭംഗിക്ക് നിൽക്കുന്നത്. ശേഷം നമുക്കിത് ഇതുപോലെ വച്ച് തയ്ച്ച് വരാം. ഇപ്പം നമ്മളത് തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ തയ്ച്ച പീസിൽ അതിൽ ആ തയ്യലിൽ തട്ടാതെ തയ്യൽ തുമ്പിലൊന്ന് ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ തയ്യലിൽ തട്ടാതെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നോക്കിക്കേ, ഈ ഒരു ക്രോസ് പീസിനെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മടക്കുക. ഇങ്ങനെ കിട്ടിയില്ലേ? പിന്നെ വീണ്ടും അതിനൊന്നുകൂടി മടക്കുക. അങ്ങനെ മടക്കിയിട്ട് കോളറിൻ്റെ മേലെ വെച്ച് അടിക്കരുത്. കോളറിനെ നമ്മൾ മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഉൾവശത്ത് വേണം അടിക്കാനായിട്ട്. കോളറിനെ നമ്മൾ മുന്നത്തെ ഇങ്ങനെ വെച്ച ശേഷം കണ്ടോ, കോളറിനെ ഞാനങ്ങ് കിടത്തി വെച്ചിട്ട് അടിക്കുക ഫുള്ളായിട്ട് കേട്ടോ. ഒന്നുമില്ലാതെ കണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആ ക്രോസ് പീസിന് ഉള്ളിലോട്ട് മടക്കുന്നു. എന്നിട്ട് കോളറിനെ മേലെ ഇടാം. പക്ഷേ ആ കോളറിനെ നമ്മൾ ഇങ്ങോട്ടേക്കൊന്ന് ആക്കുക. കോളറിൻ്റെ മേലെ തയ്യൽ വന്ന് അതിൻ്റെ ഭംഗി പോകും. എന്നിട്ട് നമ്മൾ തയ്ച്ച ശേഷം വീണ്ടും ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് ഇത് സെറ്റായി ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ കോളറിൻ്റെ മേലെ ചെയ്യരുത്. അപ്പം ഞാനത് ക്രോസ് പീസ് വെച്ച് ഉള്ളിലോട്ട് മറിച്ചിട്ടിട്ട് നമുക്കിതിങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് പീസ് അതിൻ്റെ കട്ടിങ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ബാക്ക് പീസ് ഞാൻ സെയിം അളവിൽ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ക്രോസ് പീസ് വെച്ച് നമുക്ക് ഇതുപോലെ 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടൊന്ന് പതിച്ചടിച്ച് കൊണ്ടുവരാം. ഒന്ന് അടിച്ച് കൊണ്ടുവരാം. അതിനുശേഷം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ബാക്ക് നെക്ക് ചെയ്തിട്ടാണ് ഫ്രണ്ട് നെക്ക് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ സാധാരണ രീതിയിൽ ഷോൾഡർ കൂട്ടുന്ന പോലെ എനിക്ക് കൂട്ടാൻ പറ്റിയിട്ടില്ല. ആക്ച്വലി ഞാൻ ബാക്ക് നെക്ക് ആദ്യം ചെയ്തു. അതിനുശേഷമാണ് ഫ്രണ്ട് നെക്ക് ചെയ്തപ്പോൾ കോളറും വന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഷോൾഡർ ജോയിനിങ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെയല്ല, വെറുതെ മേലെ വെച്ച് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേ ഒരു ക്രോസ് പീസിനെ 2 തവണ ഉള്ളിലോട്ട് മടക്കിയിട്ട് ഇതുപോലെ പതിച്ച് അടിക്കണം ബാക്ക് നെക്ക് കേട്ടോ. കണ്ടിപ്പോൾ ഓൾറെഡി ഞാൻ പതിച്ച് അടിച്ചു. ബാക്ക് നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ ബാക്ക് പീസിൻ്റെ നല്ല വശം ഇതുപോലെ വെക്കുക. എന്നിട്ട് നമുക്ക് ഷോൾഡർ ഈ രീതിയിൽ കൂട്ടാനേ സാധിക്കുള്ളൂ. കാരണം ഞാൻ ഓൾറെഡി ഇങ്ങനെ ചെയ്തു പോയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം ശരിക്കും അത് ചെയ്യേണ്ടായിരുന്നു ബാക്ക് പീസ്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഷോൾഡറും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഞാൻ ഓൾറെഡി റെഡിയാക്കിയിട്ടുണ്ട്. സ്ലീവിൻ്റെ വീഡിയോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. നല്ല ഭംഗിയുള്ള സ്ലീവാണ്. ശരിക്കും ഒരു കോൺട്രാസ്റ്റ് കളർ സ്ലീവാണ്. സ്ലീവും റെഡിയാക്കി അടിയിൽ ഫ്രില്ല് വെച്ച് 2 സൈഡും കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രോക്ക് നെറ്റിയാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. അടിയിൽ ഫ്രില്ല് നിറച്ച് ഫ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഇട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയാം. ഞാൻ ഇട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ കണ്ടോ, അടിയിലെ ചുരുക്കമാണ് ഏറ്റവും ഭംഗിക്ക് നിൽക്കുന്നത്. നോക്കിക്ക് എന്ത് ഭംഗിയായിട്ട് നിൽക്കുന്നത്. നോക്കിക്ക് ഇങ്ങനെ ലെയറായിട്ട് നിൽക്കുന്നത് അല്ലേ, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാനത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്കും ചെയ്തു നോക്കാം, വേണ്ടവരെ ചെയ്തു നോക്കാം. ഇതിൻ്റെ ഓരോരോ പാർട്ടുകൾ അത് ഇപ്പോൾ ബോക്സിൽ വരുന്നതാണ്. യൂട്യൂബിലുള്ളവർക്ക് കാണാം. ഫേസ്ബുക്കിലുള്ളവർക്ക് ഞാൻ ഓൾറെഡി നിങ്ങൾ ആ പേജ് ഒന്ന് കയറിയിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. കണ്ട സ്ലീവിൻ്റെ ഭംഗി ഞാൻ പറഞ്ഞില്ല. സ്ലീവ് നമുക്ക് ഇതിന് നല്ല ഗംഭീരമായ സ്ലീവാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നെക്കും കറക്റ്റ് ഇതിന് മാച്ചിങ് ആണ്. പിന്നെ ഞാൻ നോർമലി എല്ലാം ലൂസായിട്ട് തയ്ക്കുക. ഇന്ന് കുറച്ചൊന്ന് കറക്റ്റ് ഫിറ്റിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കണ്ട നമ്മുടെ നെക്ക് ഇങ്ങനെ നിൽക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇപ്പം തന്നെ ഒരു ലൈക്കും ഷെയറും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വരാം.